നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ അനശ്വര നടനായ രതീഷിന്റെ മക്കൾ പാർവതിയും പത്മരാജുമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം അതിഥികളായി JB ജംഗ്ഷനിൽ ഉണ്ടായിരുന്നത്. ഇരുവരുമായിട്ടുള്ള വിശേഷങ്ങൾ ഈ എപ്പിസോഡിലും നമുക്ക് പങ്കുവെക്കാം. ഇപ്പൊ വേറെ സംഭവം കൊണ്ട് ജോലി വിട്ടോ? ഞാൻ വിട്ടു. ഇപ്പൊ ഞാനിമേ കളിയാണിത്. അല്ല, ഞാൻ ഈ മൂവി കിട്ടുന്നതിന് മുമ്പ് തന്നെയാണ് ജോലി വിട്ടത്. അമ്മയ്ക്ക് വേണ്ടി വിട്ട്. അമ്മയ്ക്ക് വേണ്ടി. അതുകൊണ്ട് സിനിമയ്ക്ക് വേണ്ടി ജോലി സാക്രിഫൈസ് എന്ന് പറയേണ്ട കാര്യമില്ല. ഇല്ല, ജോലി എപ്പം വേണേലും കിട്ടും. പക്ഷെ ഇതുപോലുള്ള കഥാപാത്രങ്ങളും സിനിമകളും ഒരു വളരെ അപൂർവമായിട്ട് പാഷനാണ്. അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല ഇത് വളരെ നല്ലൊരു ടീമിന്റെ കൂടെ നല്ലൊരു വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടിയെന്നുള്ളത് പാർവതി എന്തുകൊണ്ടും ലക്കിയാണ്. എനിക്ക് എന്തും പറയാം അവരുടെ അടുത്ത്. ഞാൻ ഫീൽ ചെയ്യുന്ന എങ്ങനെയാന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യം കൂടെ ഇല്ല. ഞാൻ ഒരു എന്താ പറയാ, എൻ്റെ ഒരു ഫ്രണ്ട്, വേറെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ എന്നെ ഒരു 10 പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ടുണ്ട്. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പണി കാണിച്ചതാ. എന്നിട്ട് പോലും എന്താ പറയാ, ഞങ്ങൾ തമ്മിൽ ഒരു അടിയോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അവൾക്ക് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാകുമായിരുന്നു. അങ്ങനത്തെ ഫ്രണ്ട്സാണ് എനിക്ക് എല്ലാവരും. അതുകൊണ്ട് അവരെ മിസ് ചെയ്യില്ല. സുഹൃത്തുക്കളുടെ ഒരു അക്ഷയക്കൻ ഇതുപോലത്തെ സൗഹൃദമൊക്കെ പത്മരാജനുണ്ടോ? എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് കൂടുതൽ ഇതിനെക്കാട്ടിലും ഒരു പക്ഷേ ഞങ്ങൾ വീട്ടിലെ കൂടുതൽ ഫ്രണ്ട്സ് എനിക്കായിരിക്കും. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കോയമ്പത്തൂരിലാണ്. സോ അത് എല്ലാം തമിഴന്മാർ. അവർ അത് അറിയുന്നുണ്ട്. ബിക്കോസ് അവരിന് അറിയാമായിരുന്നു അച്ഛൻ ആരാന്നുള്ളത്. അവർക്ക് അറിയാമായിരുന്നു. ബിക്കോസ് ഞങ്ങൾ പഠിച്ച കോളേജിൽ കുറെ മലയാളീസ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞറിയാം. എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ പറഞ്ഞറിയത്തില്ല. ഇതേപോലെ എൻ്റെ വേറെ മലയാളി ഫ്രണ്ട്സ് പറഞ്ഞ് ഇങ്ങനെ രതീഷിന് ഒരു ആക്ടർ ഉണ്ട്, അങ്ങനെ സണ്ണാണ് പറഞ്ഞ് അങ്ങനെ അറിയത്തുള്ളൂ. സോ അപ്പൊ അവരിനും ഒരു ഭയങ്കര ഇതായിരുന്നു. നീ ഇത്രയും വലിയൊരു സ്റ്റാറിന്റെ സണ്ണാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങളുടെ ഒപ്പമാണ് നീ നടക്കുന്നത്. അതൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് അത് പറയാൻ. എങ്ങനെ സിനിമയിലേക്ക് വന്നു? കാരണം വെച്ചാൽ പാർവതിക്ക് ആ പാഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ചെറുപ്പം തന്നെ. പക്ഷേ എനിക്കും പാഷൻ ഉണ്ടായിരുന്നു മേ ബി. പക്ഷേ എന്താ ഞാൻ ലേറ്റർ ആണ് റിയലൈസ് ചെയ്തത്. ബിക്കോസ് അച്ഛൻ എൻ്റെ അടുത്ത് ചെറുതൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് നീ ആക്ട് ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ ഇച്ചിരി കൂടെ വളർന്ന് വന്ന് ഒരു മേ ബി ആഫ്റ്റർ 10th or 12th only I started realizing that I should act. സ്കൂളിലും കോളേജിലൊക്കെ എന്തെങ്കിലും ഇങ്ങനെയുള്ള സ്കിറ്റിലും സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ കോളേജിൽ ഞാൻ പാട്ടൊക്കെ പാടുമായിരുന്നോ പാർവതി? അയ്യോ ഇല്ല. പാർവതി പാടുമായിരുന്നു ആരോ പാർവതി ഒരു സുഹൃത്ത് പറഞ്ഞിടയ്ക്ക്. അത് വളരെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. എനിക്ക് പണി തന്നതാണ്. ഞാൻ പാടാറില്ല. എന്നോട് പറഞ്ഞത് പാർവതി പാടും, പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, സാറ് 2 വട്ടം നിർബന്ധിക്കണം. ഒരു പ്രാവശ്യം നിർബന്ധിച്ചു കഴിഞ്ഞാൽ പാടില്ല. പാർവതിക്ക് മനസ്സിലായി, ഞാൻ പാടില്ല. പക്ഷെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ പാടുമൊക്കെ ഇല്ലേ? പിന്നെ അവരുടെ കൂടെ ഇരിക്കുമ്പോഴൊക്കെ ജോളി ആയിട്ടിരിക്കുമ്പോഴും അടിച്ചു പൊളിച്ചൊക്കെ പാടില്ലേ? അതെന്റെ ഒരു സ്പെഷ്യൽ സോങ് ആണ്. അത് ഞാൻ ഫ്രണ്ട്സിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സോങ്. അത് നിനക്കും അറിയില്ല. ബാസ്കറ്റ്ബോൾ കളിക്കായിരുന്നു? ബാസ്കറ്റ്ബോളായിരുന്നു. ഞാൻ തമിഴ്നാട് റെപ്രസെന്റ് ചെയ്തൊക്കെ കളിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവൽ, യൂത്ത് നാഷണൽസ് ഒക്കെ. അതെ. സോ സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. സോ എനിക്ക് കൂടുതലും സ്പോർട്സിലോട്ടായിരുന്നു. ഞാൻ അപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് ഇതിലായിരുന്നു. കോളേജിലായാലും സ്കൂളിൽ യൂണിവേഴ്സിറ്റി ലെവൽ, കോളേജിൽ യൂണിവേഴ്സിറ്റി ലെവലൊക്കെ കളിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ സ്പോർട്സ് സൈഡിലായിരുന്നു. പക്ഷെ എനിക്ക് അറിയാമായിരുന്നു, എനിക്ക് ഉള്ളിൽ അറിയാമായിരുന്നു ഞാൻ ഒരു ദിവസം എന്തായാലും ആക്ടിങ് ചെയ്യും, അതും വില്ലൻ ആവും എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. നായകനെ കുറിച്ച് സങ്കല്പം ഉണ്ടായിരുന്നു. ഞാൻ അച്ഛനെ ആക്ടറായിട്ട് കാണുന്നത് കമ്മീഷണറിലാണ്. അപ്പൊ എൻ്റെ അച്ഛൻ്റെ ആക്ടർ എന്നുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മോഹൻ തോമസ് ആണ്. സോ എനിക്ക് ഫുൾ ടൈം അച്ഛനൊരു വില്ലനാണ്, അതേപോലത്തെ ഒരു വില്ലൻ ചെയ്യണം, ആക്ടർ ആവണം, അങ്ങനെ ഒരു വില്ലൻ ആവണം, അതാണ് എൻ്റെ ആഗ്രഹം. സോ അപ്പൊ തൊട്ട് രതീഷിന് തുഷാർ എന്നൊക്കെ പറഞ്ഞ പടങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പഴയ പടങ്ങളൊക്കെ കുറെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ വഴിയോര കാഴ്ചകൾ വരെ ഉള്ളതേ കണ്ടിട്ടുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ കുറെ വലുതായ ശേഷമായിരിക്കും പടങ്ങളെ കണ്ടു തുടങ്ങിയതല്ലേ? ഇപ്പൊ റീസെന്റ് ഡേയ്സിലാണ് നമ്മൾ പഴയ പടങ്ങളൊക്കെ കാണാറുള്ളത്. ബിക്കോസ് തമിഴ്നാട്ടിൽ അത്ര ആക്സസ് ഇല്ലായിരുന്നു. പിന്നെ ഇപ്പൊ യൂട്യൂബിലുണ്ട്. അതുകൊണ്ട് ഈ പടങ്ങളൊന്നും കാണാനൊരു നിവൃത്തിയില്ല. അവിടെ റിലീസ് ചെയ്യുന്നില്ല, സ്വാഭാവികമായിട്ടും കിട്ടില്ല. ഈ മോഹൻ തോമസ് ആണ് താങ്കളുടെ തലയിൽ വന്നിരിക്കുന്നത്. ആ കഥാപാത്രത്തിന്റെ ഡയലോഗുകൾ ഇന്ന് മിമിക്രി വേദികളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നമ്പറുകൾ. അത് ശരിയാണ്. ഞാൻ പുറത്തും പറയാറുണ്ട്. എല്ലാരും പറയാം നിനക്ക് ഇത്ര വലിയൊരു ബ്രദർ അല്ലേ, കണ്ട ചേട്ടൻ എന്നല്ലേ എല്ലാരും പറയുള്ളൂ, നീ പേടിക്കേണ്ട കാര്യമില്ല പറയാം. ഞാൻ പറയാം അങ്ങനല്ല, അവനെ ഞാൻ വേണം പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോയി. സൈസ് മാത്രം എല്ലാ തരത്തിലും ഇവനെ ഗൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പാർവതിക്ക് ഉത്തരവാദിത്തമാണ് അല്ലേ? ശരിയാണ്. ഒരു കണ്ണ് വേണം എപ്പോഴും. 2 കണ്ണ് ഞാൻ ചോദിച്ചിരിക്കും. 2 കണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ പേടിച്ചു പോകും. ഒരു കണ്ണ്. അതായത് പണ്ട് അമ്മ പാർവതിക്ക് നേരെ ഉപയോഗിച്ച വടിയുണ്ടല്ലോ, ആ വടി എടുത്ത് വെക്കണം അല്ലേ? വടിയല്ല, അതിന്റെ അപ്പുറത്തെ ശരിക്കും. അപ്പൊ ഈ ഇരിക്കുന്ന പോലത്തെ ഒരു മാൻപേട അല്ല, ഒരു പുലി കടുപേട. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എപ്പോഴും അങ്ങനെയല്ല. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പണ്ട് ആ ഒരു ചെറിയ വയസ്സിന്റെ ഒരു ഇതായിരുന്നു. ഇപ്പോ
അതും അമ്മ പോയി കഴിഞ്ഞിട്ട് കുറെ ചേഞ്ചസ് ഉണ്ട് ചേച്ചിന്. സ്വഭാവം മാറി. Lot. ഓ, അമ്മ പോകുന്നതിന് മുമ്പ് എന്തായിരുന്നു? അല്ല അങ്ങനെയല്ല, ആ വയസ്സിലുള്ള ആയിരുന്നില്ല. കുറെ ചേഞ്ചസ് ഉണ്ട്.